ഇന്ന് രാത്രി 2026 ഈ വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ നോമ്പും കടന്നു പോകുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയിൽ നമുക്ക് വരുത്തേണ്ട തിരുത്തലുകൾ ഏറ്റെടുക്കേണ്ട സമയമാണിത്. നമ്മുടെ കുറവുകൾ, ബലഹീനതകളെല്ലാം തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടവ തിരുത്തുക, ഒന്നാമത്തെ കാര്യം. രണ്ട്, കൂടുതൽ ആത്മീയമായ വളർച്ചയ്ക്കും ഉത്കർഷത്തിനും വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓരോ നോമ്പും നമ്മോട് പറഞ്ഞു തരികയാണ്. കുറവുകൾ തിരുത്തുക, തെറ്റുകൾ തിരുത്തുക. രണ്ട്, ആത്മീയ വളർച്ച ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ 40 നാളത്തെ ഉപവാസത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് കേട്ടത്. യേശുവിനെ തിരുത്താനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ദൈവപുത്രനാണ്. മനുഷ്യനായി അവതരിച്ച് പാപത്തിൻ്റെ കറ അല്പം പോലും അവനിലില്ല. അവന് തിരുത്താനൊന്നുമില്ല. പക്ഷേ അവനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുക. പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, മനുഷ്യകുലത്തിൻ്റെ രക്ഷ. ആ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു ആത്മീയമായ ഒരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേകമായ സമയമാണിത്. അങ്ങനെയെങ്കിൽ ആ യേശു നമ്മോട് പറയുകയാണ്, നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലേണ്ടവരാണ് നമ്മൾ. നല്ലൊരു ഭർത്താവായി, നല്ലൊരു ഭാര്യയായി, അപ്പനായി, അമ്മയായി, മക്കളായി, നല്ലൊരു വൈദികനായി, സന്യാസിനിയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. അതെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കണമെങ്കിൽ അതിന് വലിയൊരു ആത്മീയമായ ഉൾക്കരുത്ത് വേണം. ആ കരുത്ത് നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒപ്പം തന്നെ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണവും നമുക്ക് ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ട് ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ജീവിതമാകുന്ന പരീക്ഷയിൽ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത്? ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത്? അപ്പോൾ ഗുരു ശിഷ്യനോട് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ ഉത്തരക്കടലാസ് നോക്കി കോപ്പി അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തോറ്റുപോകുന്നതെന്ന്. നമുക്കറിയാം, സാധാരണയായിട്ട് ഈ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് ചിലരൊക്കെ ഇങ്ങനെ കോപ്പി അടിക്കുന്നതും പിടിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ടില്ല എങ്കിൽ കോപ്പി അടിച്ചത് ശരി ഉത്തരമാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? പക്ഷെ ഗുരു പറയുകയാണ്, മറ്റുള്ളവരുടെ ഉത്തരക്കടലാസ് നോക്കി കോപ്പി അടിക്കുന്നത് കൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ തോറ്റുപോകുന്നതെന്ന്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, അതെങ്ങനെയാണ്? കോപ്പി അടിച്ചാൽ തോറ്റുപോകുന്നത് എങ്ങനെയാണ്? ജയിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ഗുരു പറഞ്ഞു, നീ എഴുതുന്ന പരീക്ഷയല്ല നിൻ്റെ അടുത്തിരിക്കുന്ന ആൾ എഴുതുന്ന പരീക്ഷ. ഉദാഹരണത്തിന്, നീ മാത്തമാറ്റിക്സിൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഒരു പക്ഷേ ഇംഗ്ലീഷിൻ്റെയോ ഹിന്ദിയുടെയോ എക്സാം ആയിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കോപ്പി അടിച്ചിട്ട് കാര്യമില്ലല്ലോ. കഥയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മറ്റൊരാളുടെ ജീവിതം കോപ്പി അടിക്കാനല്ല എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തിലേക്ക് വിട്ടത്. മറ്റാരെയും കണ്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട, ദൈവത്തിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. അതിനുള്ള ഏറ്റവും വലിയ അവസരങ്ങളായി ഈ വലിയ നോമ്പ് കാലഘട്ടം. എന്നിലേക്ക് ഞാനൊന്ന് തിരിയാൻ, എൻ്റെ കുറവുകൾ, ഞാൻ തന്നെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കേണ്ട കണ്ണാടി ദൈവമാണ്. ആ ദൈവമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ കുറവുകൾ ഞാൻ കണ്ടുപിടിക്കണം, തിരുത്തണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, എനിക്കും നിങ്ങൾക്കും പറ്റാത്ത കാര്യമാണ്. എനിക്കും അതെ, നിങ്ങൾക്കും അതെ. മറ്റുള്ളവരെ തിരുത്താൻ എളുപ്പമാണ്. ഞാൻ എവിടെയോ വായിച്ചത് ഇങ്ങനെയാണ്, സ്വയം തിരുത്തുക എന്നുള്ള ഹെവി വെയിറ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ തിരുത്തുക എന്നുള്ളത് ലൈറ്റ് വെയിറ്റ് നമ്മൾ എടുക്കുന്നതെന്ന്. ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ തിരുത്തുന്നത് ഹെവി വെയിറ്റാണ്, അതെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ തിരുത്തുക എളുപ്പമുള്ള കാര്യമാണ്, അത് ലൈറ്റ് വെയിറ്റാണ്. അത് നമ്മളെല്ലാം ചെയ്തു, ഞാനും അതെ, നിങ്ങളും അതെ. നമുക്ക് ഒരു ഉൾക്കാഴ്ചയായി മാറട്ടെ. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവമേ, എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ദൈവമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ എന്നെ ഒന്ന് നിർത്തി. അത് നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെല്ലാം തിരക്കിൻ്റെ ഇടയിലാണ്. എനിക്കുണ്ട് തിരക്ക്, നിങ്ങൾക്കുണ്ട് തിരക്ക്. കാരണം കാലം മാറുന്നതനുസരിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്. ആ തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് ഇരിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് സമയമില്ല എന്നുള്ളത് സത്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയമായ വളർച്ചയില്ലാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. ശാന്തമായിട്ടൊന്നിരിക്കാൻ നോമ്പ് കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കണം, തിരക്കൊന്ന് കുറയ്ക്കണം, ശാന്തമാകണം, എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം, നമ്മുടെ കുറവുകൾ കണ്ടെത്തണം, ഉണ്ടെന്ന് അംഗീകരിക്കണം.
സാധാരണയായിട്ട് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നമ്മുടെ കുറവുകളൊന്നും നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ കൂടി നമ്മുടെ കുറവെന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ചിലുണ്ട്. ആ കുറച്ചിൽ അനുഭവിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ കുറവുകൾ കൂടെ മറ്റുള്ളവരുടെ പുറത്തേക്ക് വെച്ചിട്ട് അവർ കാരണമാണെന്ന് ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ നോമ്പ് കാലം ഇത്തിരി തിരക്കൊന്ന് മാറ്റിവെക്കാൻ, ശാന്തമായിട്ട് വീടിനകത്ത് ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ദേവാലയത്തിൽ എവിടെയെങ്കിലുമൊക്കെ സമയം കിട്ടുക പോയിരിക്കാൻ, എന്നിട്ടൊന്ന് ശാന്തമായിട്ട് എന്നെ തന്നെ ഒന്ന് വിലയിരുത്താൻ, എൻ്റെ കുറവുകളൊക്കെ ഒന്ന് തിരുത്താൻ, അല്പം കൂടിയൊക്കെ ഒന്ന് പ്രാർത്ഥനയിലും ദൈവവചന വായനയിലും കുംഭസാരത്തിലും കുർബാന അർപ്പണത്തിലൊക്കെ അല്പം കൂടി ഒരു താല്പര്യം വെച്ച് ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കാനോ, അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനും അല്പം കൂടിയൊക്കെ അവരെ മനസ്സിലാക്കാൻ, നമുക്കാർക്കും നമ്മുടെ കൂടെയുള്ളവരുടെ ഒരു ചെറിയ തെറ്റ് പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നമ്മളപ്പം തന്നെ അതിനെതിരെ പറയൂ. നമുക്ക് പ്രാർത്ഥിക്കുകയും നോമ്പ് കാലഘട്ടത്തിൽ അല്പം കൂടിയൊക്കെ ഒന്ന് എളിമപ്പെടാൻ, താഴാൻ, ആ ചില കുറവുകൾ കണ്ടില്ലെന്ന് നടിക്കാനുള്ള കൃപ മാനുഷികമായിട്ട് നമുക്ക് പറ്റില്ല പറയുമ്പോൾ ഒരു ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്നവരെല്ലാം ഈ 50 നോമ്പ് എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവർ പറ്റുന്നവരെല്ലാം നോമ്പെടുക്കുക. പറ്റുന്നിടത്തോളം 2-3 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക. അങ്ങനെ ഒരു നല്ലൊരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.